നമുക്കിന്ന് ഗിയർ വയറും പിന്നെ അതുപോലെ വാച്ച് ഡയലും പിന്നെ അതുപോലെ നമ്മുടെ ക്രാക്കിൾ ബീഡ്സും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വാച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് ഈ ഒരു ഹുക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് എടുത്തിട്ട് നമ്മൾ 2 ലൈന് ഗിയർ വയർ എടുക്കുന്നുണ്ട്. കാരണം വാച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഇതായി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു കട്ട് കിട്ടാൻ വേണ്ടിയാണ് 2 ഇത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 ഇതിലേക്കായിട്ട് നമുക്ക് ഗിയർ ലോക്കിനൊന്ന് ആദ്യം നമുക്കൊന്ന് കയറ്റി കൊടുക്കണം. ഗിയർ ലോക്ക് ചെറുതാണെങ്കിലും ഹോള് വലുപ്പമുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ നമുക്ക് ഹുക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഈ 2 ഇതും കൂടെ നമുക്ക് വീണ്ടും ഈ ഗിയർ ലോക്കിനുള്ളിലേക്കൊന്ന് ഇതുപോലൊന്ന് 2 കയറണം കേട്ടോ. 2 ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലൊന്ന് ഇട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഗിയർ ലോക്കിനൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഈ ജെല്ലി ബീഡ്സ് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കാം. നമ്മൾ 2 കളറ് മിക്സായിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ളൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഇതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കണം, അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരമാവുമല്ലോ എന്ന് വെച്ചാണ് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുക്കണം. പിന്നെ നമ്മൾ 7500 ഫോളോവേഴ്സ് ആയപ്പോൾ നമ്മളൊരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നേ. അതിൽ 2 പേരായിരുന്നു വിന്നറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലൊരാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കുള്ള ഗിഫ്റ്റും നമ്മൾ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അവളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് കാണുകയാണെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ. നമ്മളിത് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇതുപോലൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കൊളുത്തിനെയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗിയർ വയറില്ലേ, ഗിയർ വയറിലേക്ക് നമ്മളിതിനെ ഇതുപോലൊന്ന് 2 ഒരുമിച്ച് കയറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ നല്ല പോലെ ടൈറ്റ് ആവണം, എന്നാലേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വൃത്തിക്ക് നിൽക്കില്ല. ഇതുപോലെ നല്ല പോലെ ടൈറ്റ് ആക്കണം കേട്ടോ. ടൈറ്റാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും പരമാവധി ടൈറ്റാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗിയർ ലോക്കിനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ വാച്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ജസ്റ്റ് നമുക്ക് ഇതുണ്ടോ ഈ ഒരു കൊളുത്തിലൊന്നിങ്ങനെ നീക്കിയിട്ട് ഇതുപോലെ ഈ കൊളുത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളി വാച്ച് ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ മോഡൽ ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ പോലും നമുക്ക് പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിത് ചേഞ്ച് ചെയ്തിടാം. ഇതേപോലെ ബീഡ്സ് വേറെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് എന്താക്കിയാൽ മതി, ഇതിലേക്ക് മാറ്റി യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.